ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 26 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ തുല്യമായിരിക്കും അല്ലേ, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇപ്പം 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു 120 കൂടിയാണെങ്കിൽ എത്രയായി? 240. അതായത് ഒരു ത്രികോണത്തിനാകെ 180 ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും 120 ഡിഗ്രി അല്ല ആ ഒരു കോണിൻ്റെ എതിർവശമല്ല തുല്യമായിട്ടുള്ള വശമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും? മറ്റു രണ്ട് കോണുകൾ ഇതിൽ കുറവായിരിക്കും. അപ്പോൾ ഇനി ബാക്കി എത്ര ഡിഗ്രി ഉണ്ട് കോൺ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, മൊത്തം 180 ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂടി കൂട്ടിയാൽ നമുക്കറിയാം. അപ്പോൾ 180 ആ 120 കുറച്ചാൽ 60 ബാക്കി ഉണ്ടാവുക. അതായത് രണ്ട് കോണുകളും കൂടി കൂട്ടിയതായിരിക്കും 60. നമുക്കറിയാം രണ്ട് കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളത് അല്ലേ, ഏതെങ്കിലും രണ്ട് കോണ് തുല്യമായിരിക്കും. അപ്പോൾ ആ 60ൻ്റെ പകുതി എടുക്കുക, അതായത് 30 ആയിരിക്കും ഓരോ കോണുകൾ അല്ലേ. എങ്ങനെ കാണാം? 60/2 കാണാം. അപ്പോൾ 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കോണുകൾ എത്രയൊക്കെയാണ്? ഒന്ന് 120, മറ്റേത് രണ്ടും 30 വീതമായിരിക്കും. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതിൻ്റെ മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഇതിലും ഒരു ത്രികോണത്തിൻ്റെ 90 ഡിഗ്രി ഒന്ന് വന്നാൽ മറ്റേത് രണ്ടും എന്തായാലും എന്തായിരിക്കും? 90 കുറവായിരിക്കും അല്ലേ. കാരണം എന്താണ്? മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ 180 നമുക്കറിയാം. അപ്പോൾ മറ്റേത് രണ്ടും എന്തായാലും 90 കുറവായിരിക്കും. അപ്പോൾ 180 - 90 കാണാം. അപ്പോൾ 90 ബാക്കിയുള്ളത്. അതായത് രണ്ട് കോണും കൂടെ, ബാക്കിയുള്ള രണ്ട് കോണും കൂടെ 90 ഉണ്ടാവുള്ളൂ അല്ലേ. മൂന്ന് കോണും കൂടെ 180. അതിൽ ഒരു കോണ് 90 തന്നാൽ മറ്റേത് എത്രയായിരിക്കും? പിന്നെ 180 90 കുറച്ചത്, അതായത് 90 രണ്ടും കൂടെ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കാണാൻ എന്താ ചെയ്യുക? അതിൻ്റെ പകുതി. കാരണം രണ്ടും തുല്യമായിരിക്കും. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് തന്നെ രണ്ട് കോണുകൾ എന്തായാലും തുല്യമായിട്ട് വരും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 90 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 45 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കോണുകൾ എത്ര വീതമായിരിക്കും? 45 ഡിഗ്രി വീതമായിരിക്കും. ഒന്ന് 90 മറ്റേത് രണ്ടും 45 ഡിഗ്രി വീതമായിരിക്കും ഉത്തരം കിട്ടുക. ഇനി പേജിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ കോൺ A എത്രയാണ്, കോൺ B എത്രയാണെന്ന് കണക്കാക്കണം. പിന്നെ കോൺ C എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം കോൺ എയും കോൺ ബിയും തുല്യമായിരിക്കും. എന്താ കാരണം? AC എന്ന് പറഞ്ഞ വശവും BC എന്ന് പറഞ്ഞ വശവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു കോണ് 60 ഡിഗ്രിയും തന്നാൽ മറ്റേ രണ്ട് കോണും കൂടി എത്രയായിരിക്കും എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരത്തെ ചെയ്ത പോലെ തന്നെ 180 ആദ്യം 60 കുറക്കുക. അപ്പോൾ 180 60 കുറക്കുമ്പോൾ എത്ര കിട്ടുക? 120 കിട്ടും അല്ലേ. അപ്പോൾ രണ്ട് കോണും കൂടെ 120 അതായത് കോൺ എയും കോൺ ബിയും കൂടെ കൂട്ടിയാൽ 120. അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും? അത് രണ്ടും തുല്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ 120ൻ്റെ പകുതിയായിരിക്കും കോൺ എ എന്ന് പറയുന്നതും അതുപോലെ കോൺ ബി എന്ന് പറയുന്നതും. അപ്പോൾ 120/2 കാണാം. 120നെ 2 കൊണ്ടായിരിക്കുമ്പോൾ എത്ര കിട്ടുക? 60 എന്ന് കിട്ടും. അപ്പോൾ കോൺ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ കോൺ ബി എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. ബൈ.